സംഘടന പറയുന്നത് കൊണ്ട് ഞാൻ കൂടെ നിൽക്കുന്നു. അല്ലാതെ എന്റെ അഭിപ്രായം വിശ്വാസികളുടെ കൂടെ അല്ല എന്ന് പറഞ്ഞിട്ടില്ല. ഈ വരുന്ന 20-ാം തീയതി ശബരിമല പമ്പാ തീരത്ത് അയ്യപ്പ സംഗമം നടത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ അയ്യപ്പ സംഗമമാണോ അയ്യപ്പ ഭക്തജന സംഗമമാണോ എന്ന് വിശദീകരിക്കണം. 2, അങ്ങനെ അയ്യപ്പ ഭക്തജന സംഗമമാണ് നടത്തുന്നതെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഏറ്റവും വലിയ അയ്യപ്പ ഭക്തയായിട്ട് നിങ്ങൾ ശബരിമലയെ കൊണ്ടുപോയ സ്ത്രീകൾ അപേക്ഷയുമായിട്ട് CPM-ന്റെ അടുത്ത് വന്നിട്ടുണ്ട്. അവരുടെ അപേക്ഷ പരിഗണിക്കുമോ? ഇതാണ് എൻ്റെ ചോദ്യം. ഓക്കെ, ബിന്ദു അമ്മണിയുടെ അപേക്ഷയാണ് അദ്ദേഹം. അതെ. സംസാരിച്ചോ. അത്തരത്തിലുള്ള അപേക്ഷ ശ്രീ RV ബാബുവിൻ്റെയിലും അതുപോലെ തന്നെ O രാജഗോപാലിൻ്റെയിലും അതുപോലെ തന്നെ ശ്രീ ബയ്യാജി ജോഷി ഇവരെ കണ്ടു കൊടുത്ത് അവരെ വന്ന് കയറ്റുന്നത് ആദ്യം അവരെ ബോധവൽക്കരിക്കുന്നത് നന്നായിരിക്കും. അവരെ ബോധവൽക്കരിക്കുന്നത് അതെ അല്ലല്ല, നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന്റെ അതേ രൂപത്തിൽ എനിക്ക് മറുപടി പറയാൻ അറിയാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഞാൻ പറയട്ടെ, നിങ്ങൾ ചോദിച്ചതിനുള്ള മറുപടിയാണ് ഞാൻ സംഗമത്തിൽ പങ്കെടുക്കണം എന്നാണ് ചോദിച്ചത്. നിങ്ങൾ ആ ചോദ്യം ബയ്യാജി ജോഷി അതുപോലെ തന്നെ RV ബാബു, O രാജഗോപാൽ അതുപോലെ തന്നെ TG മോഹൻദാസ് ഈ 4 ആളുകളെയും ആദ്യം നിങ്ങൾ പഠിപ്പിച്ച് അല്ല അവര് അവരുടെ ഫോളോവേഴ്സ് ആണല്ലോ. എനിക്ക് ഇദ്ദേഹത്തോടും പറയാനുള്ളതാണ്, നിങ്ങൾ പിണറായി വിജയനെ പഠിപ്പിക്കുന്നതിന് മുൻപ്, നിങ്ങൾ ഇടതുപക്ഷ നേതാക്കന്മാരെ കുറിച്ച് പഠിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യം പഠിപ്പിക്കേണ്ടത് നിങ്ങൾ ഈ ആരോഗ്യകരമായ ചർച്ചയല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ആരോഗ്യകരമായ ചർച്ചയല്ല ഇവിടെ ആഗ്രഹിക്കുന്നത്. വീക്ഷിക്കുന്ന ഒരാള് CPM-ന്റെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഒരു TG മോഹൻദാസിന്റെ ചോദിച്ചാൽ മതി. RV ബാബുവിനോട് ചോദിച്ചാൽ മതി. നിങ്ങൾ ആദ്യം അവരുടെ നിലപാട് വ്യക്തമാക്കുക. ആദ്യം നിങ്ങൾ അവരുടെ നിലപാട് വ്യക്തമാക്കേണ്ടത്. അടുത്ത ചോദ്യം പെട്ടെന്ന് ചോദ്യം പ്ലീസ്. TG മോഹൻദാസ് ആരാണ്? മലയാളിയല്ലേ? അഡ്വക്കേറ്റ് സുരേഷ് TG മോഹൻദാസ്. അവർക്കെല്ലാം RV ബാബുവിന്റെ നിലപാട് എന്താണ്? പിണറായി വിജയനാണ് ഞാൻ ചോദിക്കട്ടെ, TG മോഹൻദാസിന്റെ നിലപാട് എന്താണ്? നിങ്ങളത് പറയണം. RV ബാബുവിന്റെ നിലപാട് എന്താണ് ഇക്കാര്യത്തിൽ? പ്ലീസ്. അല്ല, നിങ്ങൾ ഇത്തരത്തിൽ ഉത്തരം മുട്ടുമ്പോൾ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയണം. നിങ്ങൾക്ക് എന്താ ഉത്തരം മുട്ടി? TG മോഹൻദാസിന്റെ നിലപാട് എന്താണ്? RV ബാബുവിന്റെ കാട്ടിയിട്ട് കാര്യമില്ല. നമ്മളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന ഒരു വിഷയം മോഹൻദാസിന്റെ ഈ സമയത്ത് ഭക്തരുടെ കൂടെ തന്നെയാണ്, ഭക്തരുടെ കൂടെ വിശ്വാസികളുടെ കൂടെ നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. ആ വിശ്വാസത്തിന്റെ കൂടെ നിൽക്കുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും ദിനം. ഇതൊരു അവിയൽ പരുവത്തിൽ കൊണ്ടുപോകാതെ അവരെല്ലാം ഇപ്പൊ വിശ്വാസികളോടൊപ്പം എല്ലാവരും, ഒരു സംശയവും അതില്. എല്ലാവരും RV ബാബു ആവട്ടെ, TG മോഹൻദാസ് എല്ലാവരും വിശ്വാസികൾക്കൊപ്പം. ന്യൂസ് 8 ചാനലിൽ കഴിഞ്ഞ ആഴ്ച നടന്ന ചർച്ചയിൽ ശ്രീ RV ബാബു, ഞാനിവിടെ ഇരിക്കുന്ന നിങ്ങളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്താൻ വേണ്ടിയല്ല പറയുന്നത്, അദ്ദേഹം പറഞ്ഞു, അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് എൻ്റെ വിശ്വാസം ഇപ്പോഴും സ്ത്രീകളെ യുവതികളെ ശബരിമലയിൽ തെറ്റിദ്ധരിപ്പിക്കരുത്. എന്നോടാണ് അദ്ദേഹം പറഞ്ഞത്. കേട്ടില്ല. ചോദിക്കട്ടെ, നിങ്ങൾ ബഹളം ഉണ്ടാക്കാതെ. അദ്ദേഹം പറഞ്ഞ സെന്റൻസ് പൂർത്തീകരിക്കാൻ അനുവദിക്കണം. അദ്ദേഹം പറഞ്ഞ ഞാൻ പറയട്ടെ, അദ്ദേഹം പറഞ്ഞത് ഇല്ല അല്ല, നിങ്ങൾക്ക് പേപ്പട്ടിയാക്കാമെങ്കിൽ എനിക്ക് ആടിനെ പട്ടിയാക്കാം. ആടിനെ പേപ്പട്ടിയാക്കാം, എനിക്ക് ആടിനെ പട്ടിയാക്കാം. മനസ്സിലായില്ലേ? ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. ഞാൻ പറഞ്ഞ പൂർത്തീകരിച്ചില്ല. ശ്രീ RV ബാബു പറഞ്ഞത്, ആ ചർച്ചയിൽ പങ്കെടുത്തത് കൊണ്ട് പറഞ്ഞത് തെറ്റായി വ്യാഖ്യാനിക്കാൻ ഇടവരരുത്. എൻ്റെ വിശ്വാസം ഇപ്പോഴും ഞാൻ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ എൻ്റെ സംഘടന മറിച്ചൊരു തീരുമാനം എടുത്തു. ആ തീരുമാനം എടുത്തത് കൊണ്ട് ഞാൻ എൻ്റെ ഒരിടത്തും അതിന്റെ ഒരു ക്ലിപ്പ് പോലും ഒരു സംഘടന പറയുന്നത് കൊണ്ട് ഞാൻ കൂടെ നിൽക്കുന്നു. അല്ലാതെ എന്റെ അഭിപ്രായം വിശ്വാസികളുടെ കൂടെ അല്ല എന്ന് പറഞ്ഞിട്ടില്ല.